ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് എന്നത് പ്രധാനമായും ഒരു രാജ്യാന്തര യാത്രാ രേഖ മാത്രമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 14ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ചാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല. ഇന്ത്യൻ നിയമപ്രകാരം പാസ്പോർട്ട് എന്നത് അന്താരാഷ്ട്ര യാത്രകൾക്കായി സർക്കാർ നൽകുന്ന പ്രാഥമിക യാത്രാരേഖ മാത്രമാണ്. അത് പൗരത്വത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നിയമപരമായി പൗരത്വം തെളിയിക്കുന്ന സമ്പൂർണ്ണ രേഖയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. പാസ്പോർട്ട് കൈവശമുള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് പൗരത്വം തെളിയിക്കാനാവില്ലെന്നും പാസ്പോർട്ടിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. സർക്കാർ ആവശ്യപ്പെടുന്ന പക്ഷം അത് തിരികെ നൽകാൻ കൈവശക്കാരൻ ബാധ്യസ്ഥനാണെന്നും അധികൃതർ വ്യക്തമാക്കി. 1955 പൗരത്വ നിയമത്തിലെ 5-6 വകുപ്പുകൾ പ്രകാരം ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് നൽകുന്ന നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് പൗരത്വ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പൗരത്വം നേടിയ വിദേശികൾക്കോ ഇന്ത്യൻ വംശജർക്കോ ആണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ജനനം കൊണ്ട് ഇന്ത്യക്കാരായ ഭൂരിഭാഗം പേർക്കും ജനന സർട്ടിഫിക്കറ്റാണ് പൗരത്വം തെളിയിക്കുന്ന അടിസ്ഥാന രേഖ. എന്നാൽ നിയമപരമായ ചില നിബന്ധനകളും ഇതിനുണ്ട്. 1950 ജനുവരി 26-നും 1987 ജൂലൈ 1-നുമിടയിൽ ഇന്ത്യയിൽ ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും. 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 3-നും ഇടയിൽ ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റിനൊപ്പം ജനനസമയത്ത് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യക്കാരനായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖ കൂടി ആവശ്യമാണ്. 2004 ഡിസംബർ 3-ന് ശേഷം ജനിച്ചവർക്ക് മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യക്കാരാണെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യക്കാരനും മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരനല്ലെന്ന് തെളിയിക്കുന്ന രേഖയോ ഹാജരാക്കേണ്ടതുണ്ട്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.